ഹായ് ഫ്രണ്ട്സ്, PSC വെഡിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2023 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. LDC മെയിൻ സിലബസ് അനുസരിച്ചിട്ടുള്ള GK ഭാഗത്തു നിന്നും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നും എല്ലാ ടോപ്പിക്സും നമ്മൾ കവർ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. നമുക്ക് ഒരുമിച്ച് പഠിച്ചാലോ? ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ: അടുത്തിടെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച ഒമിക്രോൺ സങ്കരയിന വകഭേദം ഏതാണ്? അടുത്തിടെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച ഒമിക്രോൺ സങ്കരയിന വകഭേദമാണ് XBB-15. അടുത്തിടെ ഇന്ത്യയിൽ സ്ഥിരീകരിച്ച ഒമിക്രോൺ സങ്കരയിന വകഭേദമാണ് XBB-15. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: ഗ്രാമപഞ്ചായത്തുകളിൽ ജനങ്ങൾക്കു വേണ്ട വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ സഹായികളെ നിയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? ഗ്രാമപഞ്ചായത്തുകളിൽ ജനങ്ങൾക്കു വേണ്ട വിവരങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകാൻ സഹായികളെ നിയോഗിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. വേഷം നീല ജാക്കറ്റാണ്. മുദ്രാവാക്യം ഒപ്പം മുണ്ട് ഉറപ്പാണ്. അടുത്ത ക്വസ്റ്റ്യൻ: വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രൊജക്റ്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രൊജക്റ്റ് നിലവിൽ വന്നത് സൂറത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബ്ലെൻഡിംഗ് പ്രൊജക്റ്റ് നിലവിൽ വന്നിട്ടുള്ളത്. വരയാടുകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിലെ ആദ്യത്തെ നീലഗിരി താർ പ്രോജക്റ്റ് ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അടുത്ത ക്വസ്റ്റ്യൻ: ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം. എവിടെയാണ്? റൂർക്കലയിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമായ ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഹരിവരാസനം പുരസ്കാരം 2023 ജേതാവ് ആരാണ്? ഹരിവരാസനം പുരസ്കാരം 2023 ജേതാവാണ് ശ്രീകുമാരൻ തമ്പി. ശ്രീകുമാരൻ തമ്പിയാണ് ഹരിവരാസനം പുരസ്കാരം 2023 ജേതാവ്. 2022 ജേതാവ് ആരാണ്? ആലപ്പി രംഗനാഥ്. 2023 ജേതാവ് ആരാണ്? ശ്രീകുമാരൻ തമ്പിയാണ്. 2022 ഹരിവരാസന പുരസ്കാരത്തിൻ്റെ ജേതാവ് ആലപ്പി രംഗനാഥ്. ഓക്കെ. ലോകത്തിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയമാണ് ബിർസ മുണ്ട ഹോക്കി സ്റ്റേഡിയം, റൂർക്കലെ. അടുത്ത ക്വസ്റ്റ്യൻ: വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല ഏതാണ്? വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാലയാണ് കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല. അതായത് കുസാറ്റയാണ് വിദ്യാർത്ഥികൾക്ക് ആർത്തവ അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല. അടുത്ത ക്വസ്റ്റ്യൻ: 2023 ലോകകപ്പ് ഹോക്കി ഭാഗ്യചിഹ്നം ഒലിയാണ്. 2023 ലോകകപ്പ് ഹോക്കി ഭാഗ്യചിഹ്നം എന്താണ്? ഒലി. അടുത്ത ക്വസ്റ്റ്യൻ: ആസാമിന്റെ കൊയ്ത്തുത്സവം എന്താണ്? ആസാമിന്റെ കൊയ്ത്തുത്സവമാണ് മാഘ് ബിഹു. ബിഹു ഏത് സംസ്ഥാനത്തിന്റെ കൊയ്ത്തുത്സവമാണ്? ആസാമിന്റെ കൊയ്ത്തുത്സവം അറിയപ്പെടുന്നതാണ് മാഘു ബിഹു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ: ഏകദിന ക്രിക്കറ്റിൽ റൺ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയ ടീം ഏതാണ്? ഏകദിന ക്രിക്കറ്റിൽ റൺ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ വിജയം നേടിയ ടീമാണ് ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരെ 317 റൺസിന് വിജയമാണ് ഇന്ത്യ കൈവരിച്ചിട്ടുള്ളത്. ഏകദിന ക്രിക്കറ്റിൽ റൺ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയ ടീമാണ് ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് ആരാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് ആണ് വിരാട് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റിലെ റൺ അടിസ്ഥാനമാക്കിയുള്ള ഏറ്റവും വലിയ വിജയം സ്വന്തമാക്കിയ ടീമാണ് ഇന്ത്യ. ശ്രീലങ്കയ്ക്കെതിരെ 317 റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് ആരാണ്? വിരാട് കോഹ്ലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ: രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല ഏതാണ്? രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ആദ്യ ജില്ലയാണ് കൊല്ലമാണ് രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടുന്ന ആദ്യ ജില്ല. അടുത്ത ക്വസ്റ്റ്യൻ: ഗൃഹ സന്ദർശനത്തിലൂടെ
കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതി ഏതാണ്? ഗൃഹസന്ദർശനത്തിലൂടെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ് അശ്വമേധം. അശ്വമേധം പദ്ധതി എന്തിനുള്ളതാണ്? ഗൃഹസന്ദർശനത്തിലൂടെ കുഷ്ഠരോഗബാധിതരെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന ആരോഗ്യവകുപ്പിൻ്റെ പദ്ധതിയാണ്. രാജ്യത്തെ സമ്പൂർണ്ണ ഭരണഘടന സാക്ഷരത നേടുന്ന ആദ്യ ജില്ല ഏതാണ്? കൊല്ലമാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് നിലവിൽ വരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് നിലവിൽ വരുന്ന വന്യജീവി സങ്കേതമാണ് ശംഖിലി. ശംഖിലി വന്യജീവി സങ്കേതമാണ് തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് നിലവിൽ വരുന്ന വന്യജീവി സങ്കേതം. മുഴുവൻ ഗോത്രവർഗക്കാർക്കും ആവശ്യമായ രേഖകൾ ഉറപ്പാക്കിയ ആദ്യ ജില്ല ഏതാണ്? മുഴുവൻ ഗോത്രവർഗക്കാർക്കും ആവശ്യമായ രേഖകൾ ഉറപ്പാക്കിയ ആദ്യ ജില്ലയാണ് വയനാട്. തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ച് നിലവിൽ വരുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ശംഖിലിയാണ്. മുഴുവൻ ഗോത്രവർഗക്കാർക്കും ആവശ്യമായ രേഖകൾ ഉറപ്പാക്കിയ ആദ്യ ജില്ല വയനാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ ആരംഭിച്ച കേരളത്തിലെ ഏത് സാമൂഹ്യക്ഷേമ പദ്ധതിയാണ്? തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ ആരംഭിച്ച കേരളത്തിലെ ഏത് സാമൂഹ്യക്ഷേമ പദ്ധതിയാണ്? മന്ദഹാസം. മന്ദഹാസം തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിലാണ് ആരംഭിച്ചിട്ടുള്ളത്. അത് കേരളത്തിൽ ഏത് സാമൂഹിക പദ്ധതിയാണെന്ന് ചോദിച്ചാൽ അത് മന്ദഹാസമാണ്. ഓക്കെ, എന്താണ് മന്ദഹാസം? ദന്താരോഗ്യ വകുപ്പും സാമൂഹിക നീതി വകുപ്പും ചേർന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് തികഞ്ഞവർക്ക് കൃത്രിമ പല്ലുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. ദന്താരോഗ്യ വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും ചേർന്ന് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 60 വയസ്സ് തികഞ്ഞവർക്ക് കൃത്രിമ പല്ലുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം. തമിഴ്നാട്ടിൽ പുന്നഗൈ എന്ന പേരിൽ ആരംഭിച്ച കേരളത്തിലെ ഏത് സാമൂഹ്യക്ഷേമ പദ്ധതിയാണെന്ന് ചോദിച്ചാൽ അത് മന്ദഹാസമാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം എന്താണ്? റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയമാണ് നാരിശക്തി. ഇന്ത്യയിലെ ഏക ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പരിപാടിക്ക് തുടക്കം കുറിച്ച ജില്ല ഏതാണ്? ഇന്ത്യയിലെ ഏക ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് ആലപ്പുഴ. ഓർത്തിരിക്കുക, ആലപ്പുഴയാണ് ഇന്ത്യയിലെ ഏക ചെസ് ഹൗസ് ബോട്ട് ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ച ജില്ല. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിക്കുന്ന നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം നാരിശക്തി എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പന്തളം കേരളവർമ്മ കവിത പുരസ്കാരം ജേതാവ് ആരാണ്? പന്തളം കേരളവർമ്മ കവിത പുരസ്കാരം ജേതാവാണ് കെ ജയകുമാർ. സ്വാതി തിരുനാൾ പുരസ്കാരം 2023 ജേതാവ് ആരാണ്? സ്വാതി തിരുനാൾ പുരസ്കാരം 2023 ജേതാവ് പി ജയചന്ദ്രനാണ്. സ്വാതി തിരുനാൾ പുരസ്കാരം 2023 ജേതാവ് ആരാണ്? പി ജയചന്ദ്രൻ. പന്തളം കേരളവർമ്മ കവിത പുരസ്കാരം ജേതാവ് കെ ജയകുമാറാണ്. സ്വാതി തിരുനാൾ പുരസ്കാരം 2023 ജേതാവ് ആരാണ്? പി ജയചന്ദ്രനാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കറണ്ട് അഫയേഴ്സ് ഭാഗത്തിൽ നിന്നും കൂടുതൽ ചോദ്യോത്തരങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.